ഹലോ ഗൈസ്, നമ്മളിന്ന് എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് പൊന്മുടിയിലേക്ക് പോവുകയാണ്. ഞാനും ഉണ്ട്, ആലിയായും ഉണ്ട്, ഐശുവും ഉണ്ട്. അപ്പം വണ്ടി വരട്ടെ, നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, നമ്മൾ പോകുന്ന വണ്ടി. 17 സീറ്റ് ട്രാവലറാണ്, കഴക്കൂട്ടത്തുള്ള വണ്ടിയാണ്. ഈ ഡോറും തുറന്ന് ചേച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സൺ ലണ്ടനാണ്. വണ്ടിക്കകത്തോട്ട് കയറിയപ്പം ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. വണ്ടി അവിടെ നിന്ന് ഒരു 11-11:30 ആയപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്നത് കഴക്കൂട്ടത്തു നിന്നും പോത്തങ്കോട്, വെമ്പായം, നെടുമങ്ങാട് അതുവഴിയാണ് പോകുന്നത്. വീഡിയോ എടുക്കണപ്പോൾ എല്ലാവരും ചിരി നോക്ക്. പിന്നെ വണ്ടി ഓടിക്കണ ഞാൻ തന്നെയാണ്. അവർ വന്നപ്പോൾ ഞാൻ തന്നെ വണ്ടി അങ്ങ് വാങ്ങിച്ചു ഓടിച്ച്. പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു 1-1.5 മണിക്കൂറൂടെ കഴിഞ്ഞപ്പം വിശന്ന് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി കടയിലേക്ക് ഇറങ്ങി. കഴിക്കാൻ വേണ്ടി നമ്മളൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റ്, ഇറാനി അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ ഇറങ്ങിയത്. നമ്മൾ പിന്നെ 2 വലിയ മന്തി ഓർഡർ ചെയ്ത്, ചിക്കൻ മന്തി. അങ്ങനെ ഇരുന്ന് പിറക്കി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി തിരിച്ചു. പിന്നെ നല്ല തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു, നല്ല കാഴ്ചയൊക്കെ ആയിരുന്നു. പൊന്മുടി പോയിട്ടുള്ളവർക്ക് അറിയാം, പാസ് എടുക്കുന്നത് നേരത്തെ മുകളിലായിരുന്നു, ഇപ്പം താഴെ ആക്കിയിട്ടുണ്ട്. താഴത്തെ നമ്മൾ വണ്ടിയും പരിശോധിക്കുന്ന സ്ഥലത്താണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. അവിടെ ക്യാഷ് എടുക്കൂല, അതുകൊണ്ട് ഒന്നീ കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇത് രണ്ടും മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. മഴ തുടങ്ങി. മുകളിലെത്താറായപ്പോഴേക്കും മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെ അവിടെയൊക്കെ ബൈക്കിലൊക്കെ വന്നവർ ബൈക്കൊക്കെ ഒതുക്കി വെച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നടക്കട്ടെ, നമുക്ക് മുകളിലോട്ട് പോവാം. നമ്മളങ്ങനെ പൊന്മുടി വഴി മൂന്നാറെത്തിയിരിക്കുകയാണ്. പൊന്മുടി വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മുകളിലേക്ക് പോകാൻ തോറും കണ്ണ് കണ്ടുകൂടാതെ ആൾക്കാർ സ്ലോ ആയാണ് പോണത്. നമുക്ക് കണ്ടുകൂടാ, ഓരോ വണ്ടിയുടെ പിറകെയാണ് നമ്മളും പോകുന്നത്.
മൊത്തം ബ്ലോക്കാണ് ഗൈസ് ഇവിടെ. പൊന്മുടി വന്നപ്പം നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് എന്ന് മൊത്തം മഞ്ഞടിച്ച് ഒന്നും കാണാൻ പറ്റാത്ത നല്ല ക്ലൈമറ്റ്. ഞാനും കഴിക്കണെന്ത്. പിന്നെ നമ്മൾ സമയം കളഞ്ഞിട്ട് നേരെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ദൂരമുള്ളവരെ നമുക്ക് കാണാനൊന്നും പറ്റിയൊന്നുമില്ല. ഒരു അടുത്തുള്ളവരൊക്കെ കുറച്ച് കാണാം. അങ്ങോട്ട് പോകും തോറും ദൂരമുള്ളവരൊന്നും അറിയാൻ പോലും വയ്യ. ആ ഇതാണ് സ്ഥലം കേട്ടാ. ഇപ്പൊ കാറ്റടിച്ചപ്പം കുറച്ച് സ്ഥലം കാണാൻ പറ്റി. അതാണ്. പൊന്മുടിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് കാണുന്നത്. ചിലപ്പോൾ സീസൺ സമയത്ത് മഞ്ഞൊന്നും അധികം കാണൂല. എന്താണെന്നറിയില്ല, ഇപ്പം ഒടുക്കത്തെ മഞ്ഞായിരുന്നു. ഒരാൾ മുകളിലെത്തിയപ്പോൾ തണുപ്പടിച്ച് കണ്ട കക്കുസി ഇരിക്കുന്നതല്ല, പാറയിൽ ചാരി ഇരിക്കുന്നത് കണ്ട. മുകളിലാണെങ്കിൽ ഒടുക്കത്തെ മഞ്ഞും നമ്മൾ ഇട്ടുകൊണ്ടുപോയ ഉടുപ്പ് മൊത്തവും നനഞ്ഞ് തണുത്ത് വിറച്ച് ഒടുക്കത്തെ കാറ്റും പറന്നു പോണ രീതിയിലുള്ള കാറ്റ്. മുകളിലോട്ട് കയറാൻ കണ്ട ഗൈസ്, ഇതാണ് വഴി. എങ്ങാനും തെന്നിയ ചന്തി ആ കല്ല് ഇടിച്ച് റെഡിയാവും. മുകളിലേക്ക് കയറി പോകുന്നവർ കുടയൊന്നും എടുത്തുകൊണ്ട് പോയി അവിടെ പോയി തുറക്കല്ലോ. കുട എങ്ങാനും എടുത്ത് തുറന്നു കഴിഞ്ഞാൽ പറന്ന് മിക്കവാറും താഴെ പോയി വീഴും. ഒടുക്കത്തെ മഴയും തണുപ്പും കാറ്റും കാരണം നമുക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്ന് വണ്ടിയിൽ കയറി നമ്മളെ യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ നമ്മളൊരു ചായക്കട ഇറങ്ങി ചായയും കടിയൊക്കെ തിന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, ബൈ.